ഇതൊരു പുതിയ വെറൈറ്റി കൃഷിയാ. ഇത് നമ്മൾ ഇലക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കേണ്ടത്, പയറിനല്ല. ഇത് നമ്മൾ പയറിന് സാധാ മമ്പയർ കൊണ്ടുവന്നിട്ട് വിതച്ചിട്ട് 22 ദിവസം കൊണ്ട് നമുക്ക് ചീര പറിക്കണ മാതിരി പറിച്ച് കെട്ടാക്കി 1 കിലോക്ക് 50 രൂപ കിട്ടും. ഇത് മാർക്കറ്റിൽ നല്ല ഡിമാൻഡാ, എത്ര ഉണ്ടെങ്കിലും മാർക്കറ്റിൽ പോകും. അതെ, സാധാ മമ്പയർ. ഇത് ഇലവർഗമായിട്ട് നമുക്ക് ചീര തിന്നതിനെക്കാട്ടി ടേസ്റ്റിൽ തിന്നാ കഴിക്കാം. അപ്പൊ ഇതിന് നല്ല ഡിമാൻഡ് ഉണ്ട് മാർക്കറ്റിൽ. ഇത് എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും മാർക്കറ്റിൽ കൊണ്ടുപോകുന്ന സാധനമാണ് പയറിനല. അതായത് വളരെ നല്ലത് ഒരു അറിയാത്ത വരുമാനമാണിത്. കർഷകന് ഇപ്പൊ ഏകദേശം എത്ര രൂപ നമുക്ക് കിലോക്ക് കിട്ടും? കിലോക്ക് 50 രൂപ കിട്ടും. 50 രൂപ. നമുക്കിപ്പോ കടയിൽ നിന്ന് വാങ്ങുമ്പോ 90 രൂപ കിലോക്ക് വരും. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മള് ഇലക്കറികൾ കഴിക്കണം എന്നുള്ളവർക്ക് ഇനിയിപ്പോ ചീര മാത്രം സ്ഥിരമായിട്ട് കഴിക്കണ്ട. പയറിന്റെ ടേസ്റ്റിൽ നല്ല പയറിന്റെ ഒരു കീടനാശിനി രാസവളം ഇല്ലാത്തൊരു കൃഷിയാണ്. നല്ല വലിപ്പമുണ്ട്, നല്ല വളർച്ചയുണ്ട്. എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? ഇതിൽ നമ്മൾ കോഴിവളം ഇട്ട് കാണാൻ മാത്രം, വെറും കോഴിവളം മാത്രം കൊടുത്തു. വെറുതെ വൻപയർ വിതച്ചതാണ്. 20-ാം ദിവസം പറിച്ച് നമുക്ക് കട്ട് ചെയ്ത് കൊണ്ടാ പറിക്കണ്ട. ഇതിന് തൂമ്പ് കട്ട് ചെയ്താൽ പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞാൽ വീണ്ടും പട്ടിക്കാം. വീണ്ടും കട്ട് ചെയ്ത് അതിന് പിന്നെ ചിലവട്ടും അതും കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊക്കെ കണ്ട് ഇനി കർഷകർ കൃഷി ചെയ്ത് കഴിഞ്ഞത് എല്ലാ മാർക്കറ്റിലും ഇപ്പൊ ഡിമാൻഡാണ്. അപ്പം എല്ലാവർക്കും ഡിമാൻഡുള്ള സാധനമാണ്. ഈ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും കൂടി ഇതുണ്ടാക്കുമ്പോൾ മാർക്കറ്റ് പോകാം. അപ്പൊ കേരളക്കാരെ പ്രത്യേകിച്ചാണ് ഒരാൾ എന്താ സാധനം ഉണ്ടാക്കും അത് എല്ലാവരും ഉണ്ടാക്കും. അപ്പൊ എന്തായാലും സ്ഥിരമായിട്ട് ചീര തന്നെ കഴിക്കുന്നവർക്കൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു രുചി വ്യത്യാസം എന്ന നിലയിൽ ഈ പറഞ്ഞ പോലെ പയർ നമുക്ക് വാങ്ങിച്ചും കഴിക്കാം. അതേപോലെ തന്നെ നമ്മളുടെ വീട്ടിലും കുറഞ്ഞ സ്ഥലത്ത് ഇതുപോലെ വൻപയറൊക്കെ ഇട്ട് മുളപ്പിച്ച് ഇത് മുറിച്ച് നമ്മളുടെ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം. നമ്മള് നെയ്യപ്പം തിന്ന രണ്ടിന്റെ കാര്യം എന്ന് പറഞ്ഞതുപോലെ നമ്മൾക്ക് കുറഞ്ഞ നാൾ കൊണ്ട് തന്നെ 20 ദിവസം കൊണ്ടാണ് നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ കുറഞ്ഞ സ്ഥലത്ത് നിന്ന് ഈ ഇല കട്ട് ചെയ്ത് നമുക്ക് നല്ലൊരു വരുമാനമാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഈ ഒരു ഫീൽഡ് ഇവിടെ തണ്ണിമത്തൻ കൃഷി ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഇതിന്റെ കട കൊണ്ട് അല്ലെങ്കിൽ ഇത് നട്ടത് കൊണ്ട് മണ്ണിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മളോട് വർഗീസ് സാർ പറഞ്ഞുതരും. അപ്പൊ സാർ നമസ്കാരം. നമസ്കാരം. ഇത് തീർച്ചയായിട്ടും ഒരു വേറിട്ട രീതി തന്നെയാണ്. ഞാൻ പല ഭാഗത്ത് പോകുന്നുണ്ടെങ്കിലും ഇലയ്ക്ക് വേണ്ടിയിട്ട്, ഇലക്കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പയറ് ഇങ്ങനെ നടുന്നുണ്ട്, ഇങ്ങനെ മാർക്കറ്റിൽ വിൽക്കുന്നുണ്ട് എന്നുള്ളൊരു പുതിയ അറിവാണ്. തീർച്ചയായിട്ടും കർഷകൻ എന്നുള്ള രീതിയിൽ വിവിധങ്ങളായ വരുമാനം ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഹംസക്കയുടെ ഈ ഒരു ശ്രമം വളരെ സന്തോഷം ഉള്ളൊരു കാര്യമാണ്. ഇനി ഈ ആദായം എടുത്തതിന് ശേഷം നിൽക്കുന്ന ചെടികളാണിത്, മുറിച്ച് നീക്കിയതിന് ശേഷമുള്ള ഈ ചെടികളാണ്. അപ്പൊ തീർച്ചയായിട്ടും പ്രകൃതിയിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിലും ധാരാളമായിട്ട് കിട്ടുന്ന നൈട്രജൻ എന്ന് പറഞ്ഞ മൂലകത്തിനെ മണ്ണിലേക്ക് ആക്കി കൊടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന ഒരു ചെടിയാണ് പയർ ചെടി. അപ്പോൾ ഈ പയർ ചെടി നട്ട ഈ ഒരു ഭാഗം ഇനി നമ്മൾ അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ട് ഉഴുതു ചേർത്ത് മണ്ണിലേക്ക് ഇതിനെ ചേർക്കുമ്പോൾ ഈ നൈട്രജനെ മണ്ണിലേക്ക് ഫിക്സ് ചെയ്യുന്ന ആ ബാക്ടീരിയ ഉൾപ്പെടെ, അതുകൂടാതെ ഇതിന്റെ ജൈവികമായിട്ടുള്ള എല്ലാ തണ്ടും ഇലയും വേരിന്റെ അവശിഷ്ടങ്ങളും നല്ലൊരു ജൈവവളവും നൈട്രജനെ ചേർക്കുന്ന ബാക്ടീരിയ കൂടി മണ്ണിലേക്ക് കർഷകന് അധികം മുതൽ മുടക്കില്ലാതെ തന്നെ ചേർക്കാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡാണിത്. അപ്പോൾ കൃഷി ചെയ്യുന്നതുകൊണ്ട് ആദായമുണ്ട്, ഒരു വളം ഉപയോഗിക്കുന്നതിൻ്റെ ബെനഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അടുത്ത കൃഷി കൂടുതൽ നന്നാക്കി എടുക്കാനും ഈ ഒരു രീതി നമ്മളെ സഹായിക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു മെത്തേഡാണ്. എല്ലാ കർഷകർക്കും ഒരു അധിക വരുമാനത്തിന് വേണ്ടിയിട്ട് ആശ്രയിക്കാവുന്ന ഒരു രീതിയാണ്. നമുക്ക് അടുത്ത തവണ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ യൂറിയയുടെ അളവിൽ നമുക്ക് കുറവ് അങ്ങനെ ഒരു ഇത് വരും. നൈട്രജൻ മണ്ണിൽ ധാരാളമായിട്ട് ചേർന്ന് കിട്ടുന്നതുകൊണ്ട് നൈട്രജൻ കണ്ടന്റ് ഉള്ള വളങ്ങളുടെ ഉപയോഗം അത്ര കണ്ട് കൂടുതൽ നമ്മൾ ഈ ഭാഗത്ത് കൊടുക്കേണ്ടി വരികയല്ല. സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ ചെടിക്കാൻ നൈട്രജൻ ലഭ്യമാക്കുന്ന എല്ലാ ഘടകങ്ങളും നമുക്ക് മണ്ണിൽ ചേർത്ത് കിട്ടുക. പ്രകൃതിയിലുള്ള കാര്യങ്ങളെ കൊണ്ട് തന്നെ കൃഷി ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു കർഷകനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിജയം അതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു വളർച്ച കിട്ടും, കേട് രീതികളെല്ലാം കുറയും, നല്ല ഒരു ആഹാരവും കഴിക്കാനുള്ള സാധ്യത മനുഷ്യന് ഉണ്ടാകും. അപ്പോൾ ഈ രീതിയിലുള്ള കൃഷി രീതികൾ എല്ലാ കർഷകരും സ്വീകരിക്കുക. ഇതിലെ നല്ല വശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വരുമാനം കൂട്ടാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. അപ്പൊ എന്തായാലും നമ്മളുടെ ഹംസക്കയുടെ ഓരോ രീതികൾ ഹംസക്കയുടെ അടുത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളും നമുക്ക് കണ്ടുപഠിക്കേണ്ടതും പുതിയ പുതിയ കാര്യങ്ങളാണ്. അപ്പൊ എന്തായാലും ഇതൊക്കെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കും നിങ്ങളുടെ കൃഷിയിടത്തിൽ ചെയ്യാവുന്നതും നല്ലൊരു വരുമാനം നേടാവുന്നതുമായ രീതിയാണ്. അപ്പോൾ എന്തായാലും വളരെ നന്ദി.